അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ എല്ലാവർക്കും ഫാത്തിമ സ്റ്റേഡിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പം വാഷിംഗ് മെഷീനിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. പല എന്താ പറയുക, അലക്കുന്ന മെഷീൻ വർക്ക് ചെയ്യാണ്ടിരിക്കുക, പിന്നെ അതുപോലെയാണ് വെള്ളം പോകാണ്ടിരിക്കുക. ഈ വെള്ളം നമ്മളിപ്പോൾ അലക്കാൻ വേണ്ടി തുറന്നിട്ടാൽ അത് വെള്ളം പുറത്തേക്ക് ഒഴിഞ്ഞു പോവുക, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ എന്താ പറയുക ഉണ്ടാവും. നമ്മൾ പെട്ടെന്ന് എന്താ ചെയ്യുക, വാഷിംഗ് മെഷീനൊക്കെ നന്നാക്കുന്ന പോലെ വിളിക്കുകയാണ് ചെയ്യുക. അതോളം പിന്നെ ഇത് പിന്നെ ഒരുപാട് എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. നമ്മൾ വേഗം നമുക്ക് പേടിയാണ് അത് എന്താക്കണം ഏതാക്കണം എന്ന് വെച്ചാൽ നമ്മൾ വേഗം വാഷിംഗ് മെഷീൻ നന്നാക്കുന്ന ആൾക്കാരെ വിളിക്കും. അപ്പോൾ ഒരു വന്ന് ഒരു പറയുന്ന പൈസ കൊടുത്ത് നമ്മൾ നന്നാക്കിക്കുക ചെയ്യാം. ഈ വാഷിംഗ് മെഷീനൊക്കെ എന്ന് വെച്ചാൽ ഒരു 5-6 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വിഷയങ്ങളുണ്ടാവും. നല്ല എന്താ പറയുക അധികം മുന്തിയ മെഷീനൊന്നും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ നന്നാക്കുന്നവരെ വിളിക്കാമെന്ന് വെച്ചെങ്കിൽ അതിനേ കൂടും. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ചെയ്ത് എടുക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഉപകാരം ആയി എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങളെ വേണ്ടപ്പെട്ട എല്ലാ വീട്ടമ്മമാരും എല്ലാ വീട്ടിലും വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, ആർക്കെങ്കിലും ഉപകാരം ആയിക്കോട്ടെ കേട്ടോ. വെള്ളപ്പടി കണ്ടോ, വെള്ളം പുറത്തേക്കാട്ടോ പോവുക. നമ്മൾ വെള്ളം ഒഴിവാക്കാനിടുന്നല്ല, അല്ലാതെ തന്നെ ഇത് കണ്ടോ, നിങ്ങൾ വെള്ളം പോകുന്നുണ്ടോ? കാണുന്നില്ല, ഫോൺ അത്രയും ക്ലിയർ കേട്ടോ. വെള്ളം ഇങ്ങനെ ഒഴിഞ്ഞു പോവാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരാളെ വിളിച്ച് നന്നാക്കാമെന്ന് വെച്ചെങ്കിൽ എന്തായാലും 10-600 റുപ്യ കൊടുക്കണം. അപ്പോൾ നമ്മൾ തന്നെ നന്നാക്കാൻ പറ്റുമോ നോക്കുകയാണ് കേട്ടോ. ഇത് നന്നാക്കാൻ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ക്രൂ ഡ്രൈവറാണ്. ഇങ്ങനൊരു സാധനം ഉണ്ടാവും. ഇത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് അത് നമ്മൾ എടുത്തതിന് ശേഷം ഇതിന് നടുവിലൊരു സ്ക്രൂ ഉണ്ട്, അത് നമ്മൾ അയച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സ്ക്രൂ ഡ്രൈവർ വെച്ച് നമ്മൾ അതെടുത്തതിന് ശേഷം നമ്മൾ ഇതിലുള്ള സ്ക്രൂ ഊരിയെടുക്കുക. ഇതിങ്ങനെ തിരിച്ച് നമ്മൾ ഊരിയെടുക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ. കാരണം ഇത് നമ്മൾ വീട്ടമ്മമാർ തന്നെയുള്ള വീട്ടിലൊക്കെ എപ്പോഴും ഇത് നന്നാക്കാനൊന്നും പറ്റൂലല്ലോ ആൾക്കാരെ വിളിച്ച്. കണ്ടോ, ഇതിങ്ങനെ അങ്ങനെ പൊക്കി എടുക്കുക. കണ്ടോ, ഇത് പൊക്കി എടുത്താൽ നമ്മൾ നോക്കുക ഇതിനുള്ളിലൊക്കെ എന്തെങ്കിലും പൈസയൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ വെള്ളം പോവില്ല. ഇതിനുള്ളിൽ എന്തോ ഉണ്ട്, കുലുങ്ങുന്നുണ്ട്. അതാണ് ഇതാ നമ്മളെ എന്താ പറയുക ബാക്ക് ഭാഗമാണ് കേട്ടോ. ഇത് വാഷിംഗ് മെഷീൻ്റെ ബാക്ക് ഭാഗമാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ സ്ക്രൂ കഴിച്ചെടുത്തിട്ട് പിന്നെ അതോടെ അത് നമ്മളെ എന്താ പറയുക വെള്ളം പുറത്തേക്ക് പോകുന്ന ഇതാണ്. ഇത് നമ്മൾ അയച്ചു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ കുടുങ്ങി കിടക്കുന്നത് അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം വരിക, വെള്ളം ആവാത്ത. അപ്പോൾ അതാ ഇത് കണ്ടോ, പൈസ കാണുന്നുണ്ട് നിങ്ങളവിടെ കുടുങ്ങി കിടക്കുന്നത്. ഇതാ നിങ്ങൾ കണ്ടോ, പൈസ കുടുങ്ങി കിടക്കുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് വെള്ളം പോകാത്ത നിങ്ങൾ നല്ലോണം കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതാ ഈ പൈസ അവിടെ കുടുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് വെള്ളം ലീക്കായി പോകണത്. അപ്പോൾ ഇതെടുത്ത് മാറ്റിയാൽ നമ്മളെ പ്രശ്നം കഴിഞ്ഞ്. ഇതിപ്പോൾ നന്നാക്കണേ നമ്മൾ ഒരാളെ വിളിച്ചാൽ 600 റുപ്യ കൊടുക്കണം കേട്ടോ. അതിൽ മേലെ ആയിരിക്കും ചിലപ്പോൾ, എത്രയാണെന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ തന്നെയാണ് ഇവിടെ റെഡിയാക്കൽ കുറേ കാലമായിട്ടോ. ഒരു ദിവസം വാഷിംഗ് മെഷീൻ നന്നാക്കുന്നവന് ഇവിടെ ചോദിച്ചൊക്കെ മനസ്സിലാക്കി ഇപ്പം ഞാൻ തന്നെയാണ് റെഡിയാക്കൽ. ഇത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് പൈസ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇറക്കിലേക്ക് വീഴാണ്ട് തോണ്ടി എടുക്കണം കേട്ടോ. അങ്ങോട്ടങ്ങോട്ട് നീങ്ങി പോവുകയാണ്. സ്ക്രൂ ഡ്രൈവർ എന്തായിട്ട് എടുക്കണം. ഇത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് പൈസ എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഇറക്കിലേക്ക് വീഴാണ്ട് തോണ്ടി എടുക്കണം കേട്ടോ.
അങ്ങോട്ടങ്ങോട്ട് നീങ്ങി പോവാണ്. സ്ക്രൂ ഡ്രൈവർ എന്തിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ. വാഷിംഗ് മെഷീന് ഇങ്ങനെ അയച്ച് ഞാൻ എന്താ പറയുക, വെള്ളം ലീക്കാകുകയാണെങ്കിൽ, തിരുമ്പാൻ ഇട്ടുങ്ങാഞ്ഞ് അലക്കാൻ ഇട്ടുങ്ങാഞ്ഞ് വെള്ളം ലീക്കാകുന്നുണ്ടെങ്കിൽ നമ്മളത് അയച്ച് നോക്കി അതിൽ പൈസ കുടുങ്ങി കിടക്കും. അതാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. കുറേ പൈസ നമുക്ക് തന്നെ ലാഭിക്കട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ ഇത് നമ്മളതാ ഈ പൈസ ഇതാ കണ്ടോ, ഇത് കുറേ ആയും തോന്നിയില്ല കുടുങ്ങിയിട്ട്, 10ൻ്റെ മുട്ടനാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇതാ നമ്മളെ എന്താ പറയുക, ബാക്ക് ഭാഗമാണ് കേട്ടോ ഇത്. വാഷിംഗ് മെഷീൻ്റെ ബാക്ക് ഭാഗമാണ്. അപ്പോൾ ഇതിങ്ങനെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നമ്മൾ സ്ക്രൂ കഴിച്ചെടുത്തിട്ട് പിന്നെ അതോണത് നമ്മളെ എന്താ പറയുക, വെള്ളം പുറത്തേക്ക് പോകുന്ന ഇതാണ്. ഇത് നമ്മൾ അയച്ചു വെക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ എന്തോ കുടുങ്ങി കിടക്കുന്നത്. അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം വരിക, വെള്ളം ആവാത്ത. അപ്പോൾ അതാ ഇത് കണ്ടോ, പൈസ കാണുന്നുണ്ട് ഞങ്ങളവിടെ കുടുങ്ങി കിടക്കുന്നത്. ഇതാ